ജൂലൈ 28 വിശുദ്ധ അൽഫോൻസാമ്മ. ഭാരതത്തിലെ ആദ്യത്തെ വിശുദ്ധയും കേരള സഭയുടെ അഭിമാനവുമാണ് വിശുദ്ധ അൽഫോൻസാമ്മ. കുടമോള് ഗ്രാമത്തിൽ ജനിച്ച് മുട്ടുചിറയിൽ വളർന്ന് ക്രിസ്തുവിൻ്റെ മണവാട്ടിയായും സഹനപുത്രിയായും ഭരണങ്ങാനത്ത് ജീവിച്ച് വിശുദ്ധയായി സ്വർഗത്തിലേക്ക് പറന്നുയർന്ന കേരളത്തിൻ്റെ ചെറുപുഷ്പമാണ് വിശുദ്ധ അൽഫോൻസ. കോട്ടയം ജില്ലയിലെ കുടമാളൂർ ഗ്രാമത്തിൽ മുട്ടത്തുപാടത്ത് ഔസേപ്പിൻ്റെയും മറിയാമ്മയുടെയും മകളായി 1910 ഓഗസ്റ്റ് 19 അന്നക്കുട്ടി എന്ന അൽഫോൻസാമ്മ ജനിച്ചു. ജനിച്ച് 8-ാം ദിവസം കുഞ്ഞിന് കുടമാളൂർ പള്ളിയിൽ ജ്ഞാനസ്നാനം നൽകി അന്ന എന്ന് പേരിട്ടു. 37-ാം ദിവസം അമ്മ മരിച്ചു. തുടർന്ന് ശിശുവായ അന്നക്കുട്ടിയെ പരിപാലിക്കാനായി മാതൃസഹോദരി അന്നമ്മ മുട്ടുചിറയിലുള്ള ഭവനത്തിലേക്ക് കൊണ്ടുപോയി. 6 മാസത്തിനു ശേഷം വീട്ടിൽ തിരിച്ചെത്തിയ അന്നക്കുട്ടി 1917 നവംബർ 27 ആദ്യ കുർബാന സ്വീകരിച്ചതിന് ശേഷം മുട്ടുചിറയിലുള്ള പേരമ്മയുടെ വീട്ടിലേക്ക് പോയി. തുടർന്നുള്ള താമസവും പഠനവും അവിടെയായിരുന്നു. ചെറുപ്പം മുതൽ പലവിധ രോഗങ്ങളാൽ അന്നക്കുട്ടി വിഷമിച്ചിരുന്നു. എന്നാൽ 11 വയസ്സായതോടെ രോഗങ്ങളെല്ലാം മാറി. അന്നക്കുട്ടി പരിപൂർണ ആരോഗ്യവതിയായി. ഒരിക്കൽ അവൾ തനിച്ച് പറമ്പിൽ നിൽക്കുമ്പോൾ ഒരു കന്യാസ്ത്രീ അടുത്തു വന്നു നിന്ന് സ്നേഹപൂർവ്വം സംസാരിച്ചു. ഒരു കന്യാസ്ത്രീയായി സന്യാസ ജീവിതം നയിക്കുകയാണ് അന്നക്കുട്ടിയെക്കുറിച്ചുള്ള ദൈവഹിതം എന്ന് അറിയിച്ചതിന് ശേഷം ആ സന്യാസിനി അപ്രത്യക്ഷയായി. തൻ്റെ സ്വർഗീയ മധ്യസ്ഥയായ വിശുദ്ധ കൊച്ചുത്രേസ്യയാണ് തൻ്റെ അടുത്തു വന്നതെന്ന് പിന്നീട് അന്നക്കുട്ടിക്ക് മനസ്സിലായി. അതിസുന്ദരിയും ശാലീനയുമായ അന്നക്കുട്ടിക്ക് 13 വയസ്സായപ്പോഴേക്കും വിവാഹാലോചനകൾ വന്നു തുടങ്ങി. അന്നക്കുട്ടിയുടെ വിവാഹം അവൾ അറിയാതെ തന്നെ വീട്ടുകാർ ഉറപ്പിക്കുകയും ചെയ്തു. വിശുദ്ധ കൊച്ചുത്രേസ്യയെ പോലെ ജീവിതം ഈശോയ്ക്ക് സമർപ്പിക്കാനാണ് അന്നക്കുട്ടി ആഗ്രഹിച്ചിരുന്നത്. തൻ്റെ സൗന്ദര്യം ഇല്ലാതായാൽ കല്യാണാലോചനകൾ മുടങ്ങും എന്ന് അന്നക്കുട്ടി കരുതി. മകരമാസം കൊയ്ത്തു കഴിഞ്ഞ് മുറ്റത്ത് കൂട്ടിയിട്ട് തീ കൊടുത്തിരുന്ന പതിരിലേക്ക് അവൾ കാലുകുത്തി. ആഴമുണ്ടായിരുന്ന തീക്കൂനയിലേക്ക് മുട്ടുവരെ താണുപോവുകയും കാലുകൾക്ക് പൊല്ലലേൽക്കുകയും ചെയ്തു. 3 മാസങ്ങൾക്ക് ശേഷമാണ് മുറിവുകൾ ഉണങ്ങിയത്. അവസാനം അന്നക്കുട്ടിയുടെ ആഗ്രഹം പോലെ 1927 പെന്തക്കുസ്താ ദിനത്തിൽ അവൾ ഭരണജ്ഞാനം ഫ്രാൻസിസ്കൻ ക്ലാര മഠത്തിൽ പ്രവേശിച്ചു. 1928 ഓഗസ്റ്റ് 2 വിശുദ്ധ അൽഫോൻസ് ലിഗോരിയുടെ തിരുനാൾ ദിനത്തിൽ ശിരോവസ്ത്രം സ്വീകരിക്കുകയും അൽഫോൻസ എന്ന പേര് സ്വീകരിക്കുകയും ചെയ്തു. 21-ാം വയസ്സിൽ അൽഫോൻസാമ്മയെ രക്തസ്രാവ രോഗം ബാധിച്ചു. കടുത്ത രോഗാവസ്ഥയിലും അൽഫോൻസാമ്മ തൻ്റെ തീവ്രമായ ആഗ്രഹത്തിൽ ഉറച്ചു നിന്നു. ചികിത്സകൾ ഫലിക്കാതെ വന്നപ്പോൾ ശസ്ത്രക്രിയയ്ക്ക് വിധേയയായി. താൽക്കാലിക സൗഖ്യം ലഭിച്ചു. 1935 ഓഗസ്റ്റ് മാസത്തിൽ നോവിഷ്യേറ്റിനായി ചങ്ങനാശ്ശേരി ക്ലാര മഠത്തിൽ പ്രവേശിക്കപ്പെട്ടു. അവിടെ വെച്ച് രോഗം വീണ്ടും കഠിനമായി ബാധിച്ചു. പഠനം അവസാനിപ്പിച്ച് അൽഫോൻസാമ്മയെ മടക്കി അയക്കുവാൻ അധികാരികൾ തീരുമാനിച്ചു. ചങ്ങനാശ്ശേരിയിലെ മെത്രാൻ ജെയിംസ് കാളശ്ശേരി പിതാവ് അൽഫോൻസാമ്മയെ വന്നു കണ്ടു. അദ്ദേഹം പറഞ്ഞു, അവളെ ഭരണജ്ഞാനത്തേക്ക് തിരിച്ചയക്കേണ്ട, ഇവിടെ തന്നെ കിടന്ന് മരിക്കുകയാണെങ്കിൽ മരിക്കട്ടെ. ആത്മീയ പിതാവായ പെരുമാലിൽ ലൂയിസ് അച്ഛൻ്റെ നിർദ്ദേശപ്രകാരം അൽഫോൻസാമ്മ വിശുദ്ധ ചാവറയച്ചൻ്റെ നൊവേന ചൊല്ലി പ്രാർത്ഥിക്കാൻ ആരംഭിച്ചു. 9-ാം ദിവസം വിശുദ്ധ ചാവറയച്ചൻ അൽഫോൻസാമ്മയുടെ അടുക്കലെത്തി. അവർ തമ്മിലുള്ള സംസാരം കേട്ടാണ് നോവീസ് മിസ്ട്രസ്സായ ഉർസുലാമ്മ അവിടെ എത്തിയത്. എന്നാൽ ആരെയും കണ്ടില്ല. അൽഫോൻസാമ്മ പറഞ്ഞു, ഇതാ ചാവറയച്ചൻ വന്നിരിക്കുന്നു. അമ്മ കാണുന്നില്ലേ? അമ്മ മുട്ടുകുത്ത്, ഞാൻ ആശീർവാദം ചോദിക്കട്ടെ. അൽഫോൻസാമ്മ തുടർന്ന് പറഞ്ഞു, എൻ്റെ രോഗം സൗഖ്യമായി. ചാവറയച്ചൻ ഇവിടെ വന്നു, എന്നെ ആശീർവദിച്ചു, എന്നെ തൊട്ടു. ഇനിമേൽ ഈ രോഗമുണ്ടാവുകയില്ല, എന്നാൽ മറ്റു രോഗങ്ങളാൽ പീഡിപ്പിക്കപ്പെടും എന്ന് പറഞ്ഞു. നിരവധി പരീക്ഷണങ്ങൾക്ക് ശേഷം ഒടുവിൽ 1936 ഓഗസ്റ്റ് 12 അൽഫോൻസാമ്മ നിത്യവ്രത വാഗ്ദാനം നടത്തുകയും തുടർന്ന് ഭരണജ്ഞാനത്തേക്ക് മടങ്ങുകയും ചെയ്തു. വീണ്ടും അൽഫോൻസാമ്മ രോഗബാധിതയായി. ഗുരുതരമായ പനിയും ചുമയും ബാധിച്ചു. കൂടെ അത് അൽഫോൻസാമ്മയെ അലട്ടിക്കൊണ്ടിരുന്നു. രോഗാവസ്ഥയിലും അൽഫോൻസാമ്മ കൂടുതൽ പ്രസന്നവതിയായിരുന്നു. തന്നിലെ വിശുദ്ധി മറ്റുള്ളവരിലേക്കും അവൾ പകർന്നുകൊണ്ടിരുന്നു.
പലവിധ രോഗപീഠകളാലുണ്ടായ അസഹനീയമായ വേദനകളെല്ലാം അൽഫോൻസാമ ഒരു പരാതിയും കൂടാതെ സഹിച്ചു. അവ ആത്മാക്കളുടെ രക്ഷയ്ക്കായി ഈശോയുടെ തിരുമുറിവുകളിൽ കാഴ്ചവെച്ചു. വിശുദ്ധ ഇങ്ങനെ പറയുമായിരുന്നു: ഞാൻ കർത്താവിന് ഒരു ദഹനബലി അർപ്പിച്ചു, അത് വളരെ പതുക്കെ ദഹിച്ചുകൊണ്ടിരിക്കുന്നു. തൻ്റെ മരണത്തെക്കുറിച്ച് അൽഫോൻസാമ ഒരിക്കൽ പറഞ്ഞതിങ്ങനെയാണ്: ഭാരക്കുറവുള്ള പക്ഷികൾ വളരെ വേഗത്തിൽ മുമ്പോട്ട് പറക്കുന്നു. ചില പക്ഷികൾ പറന്നാൽ ചിറകടി ശബ്ദം പോലും കേൾക്കില്ല. ഞാനും ഒരിക്കൽ പറന്നുപോയി എൻ്റെ ഈശോയുടെ മടിയിൽ ചെന്നിരിക്കും. നിങ്ങളാരും അറിയില്ല. പരുന്ത് കോഴിക്കുഞ്ഞുങ്ങളെ എന്ന പോലെ കർത്താവ് എന്നെ റാഞ്ചിക്കൊണ്ടുപോകും. മരണാസന്നയായപ്പോൾ അൽഫോൻസാമ പറഞ്ഞു: എൻ്റെ ഉടുപ്പ് എടുത്ത് ഇടിക്കുവിൻ, ഞാൻ പോകട്ടെ. അങ്ങനെ 1946 ജൂലൈ 28 വിശുദ്ധ സ്വർഗത്തിലേക്ക് പറന്നുയർന്നു. 1986 ഫെബ്രുവരി 8 ജോൺ പോൾ II പാപ്പ അൽഫോൻസാമയെ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിച്ചു. 2007 ഒക്ടോബർ 12 ബെനഡിക്റ്റ് 16 പാപ്പ അൽഫോൻസാമയെ വിശുദ്ധരുടെ ഗണത്തിൽ ചേർത്തു.